ഉണ്ട കണ്ണും നല്ല ചിരിയായിട്ടുള്ളൊരു സ്നാക്സ് തയ്യാറാക്കിയാലോ അല്ലേ? ഇതെല്ലാവർക്കും അറിയാവുന്നൊരു സ്നാക്സ് തന്നെയാണ് പൊട്ടറ്റോ സ്മൈലി. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്നാക്സ് ആണ്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്സും കൂടിയാണ് ട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കിയാലോ? കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇത് ചായയുടെ കൂടെ കിട്ടുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കറുമുറ തിന്നാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ പൊട്ടറ്റോ സ്മൈലി എന്ന് പറയുന്നത് അല്ലേ? അപ്പം പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് നമ്മൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലുപ്പമുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയ ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നേരിയ രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഒത്തിരി കനം കൂട്ടി ചെയ്യരുത്. നമ്മൾ കുക്കറിലൊന്നും ഇട്ട് വേവിക്കുന്നതല്ല. ജസ്റ്റ് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അപ്പം നേരിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. ഈ കുക്കറിലാണെങ്കിൽ 2 കഷ്ണാക്കിയിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഞാൻ പിന്നെ വളരെ കുറച്ചായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. നേരിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഉപ്പൊന്നും ഇടാതെ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി അതൊന്ന് നമ്മൾ ആ വെള്ളമൊക്കെ മാറ്റിയ ശേഷം നമുക്ക് അതൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഒരു തവി വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് മാറ്റിയ ശേഷം തവി വെച്ചിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ല ആവി പോകുന്നുണ്ട്. നല്ല ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഉടച്ചെടുക്കുന്നത്. കുക്കറിലൊക്കെ ഇട്ട് വേവിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. ഞാനിതിപ്പം വളരെ കുറച്ച് അളവിലായതുകൊണ്ട് മാത്രമാണ് ഒരു പാത്രത്തിലിട്ട് വേവിച്ചെടുത്തത്. അപ്പം അതൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് ഒരു തവി വെച്ചിട്ട്. ഇനി നമുക്കതിലേക്ക് ചേരുവകൾ ചേർത്ത് തുടങ്ങാം. ആദ്യം തന്നെ കോൺഫ്ലവർ ആണ് എടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. 2 പൊട്ടറ്റോയ്ക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഒരല്പം മല്ലിയില ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ ഇടണം കേട്ടോ. അതാണ് ഒരു ടേസ്റ്റ്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കളറിന് വേണ്ടിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരു പിഞ്ച് അളവിന് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എരിവിന് ആവശ്യമായിട്ട് ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ കുറച്ച് എരിവ് മാത്രമേ ഇതിനായിട്ട് ആവശ്യമുള്ളൂ. ഒത്തിരി എരിവാണെങ്കിൽ നിങ്ങൾ സാധാരണ മുളക് പൊടി തന്നെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. വെള്ളം ഒട്ടും ചേർക്കരുത്. ഇത് വെച്ചിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുക്കണം. അഥവാ ഒത്തിരി ഇച്ചിരി പൊടി അധികമായിപ്പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരല്പം 1-2 ടീസ്പൂൺ മാത്രം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഉരുളക്കിഴങ്ങ് ശരിക്കും നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കുമ്പോൾ തന്നെ ഉടയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉടഞ്ഞ് കിട്ടിക്കോളും കേട്ടോ. എല്ലാം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം എണ്ണ കയ്യിലാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പം നല്ല നൈസായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒത്തിരി പണികളും കാര്യങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് ചേരുവ മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ചെറിയ ഉരുളയായിട്ട് നമുക്ക് ആ ഒരു സ്മൈലിയുടെ ഷേപ്പ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. ഞാൻ ആദ്യം കയ്യിൽ കുറച്ചൊരു എണ്ണ തടവിയിട്ടുണ്ട്. ചെറിയൊരു ബോളാക്കിയ ശേഷം അതിനൊരു 2 ഉണ്ടക്കണ്ണും ഒരു വായൊക്കെ നമുക്ക് വെച്ച് കൊടുക്കണം. ഇനി അതെല്ലാം നിങ്ങൾ മാവ് മൊത്തത്തിൽ ഒന്ന് പരത്തിയ ശേഷം ഒന്ന് ചെറിയൊരു ഡബ്ബയുടെ മൂടി, ഒരു ചെറിയൊരു കുപ്പിയുടെ മൂടിയൊക്കെ അടപ്പൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെച്ചിട്ട് ഈ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം കേട്ടോ. ഞാൻ ആദ്യം ഒരു സ്പൂണൊക്കെ വെച്ചിട്ടാണ് ഞാനൊന്ന് ചെയ്ത് നോക്കിയത്. പിന്നെ അതിനേക്കാളും എനിക്ക് ഇച്ചിരി കൂടി ബെറ്ററായിട്ട് തോന്നിയത് പപ്പടക്കുത്തിയില്ലേ, അത് വെച്ചിട്ട് ചെയ്യാനാണ്. ഇങ്ങനെ ഓരോ ബൗൾസ് ആക്കിയിട്ട് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത്. അതല്ല നിങ്ങൾക്ക് ആ മാവ് മൊത്തമായിട്ടൊന്ന് പരത്തിയ ശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇത് ഇത്തിരി എളുപ്പമായിട്ട് തോന്നി. ഇനി ആ ഒരു കോല് വെച്ചിട്ട് തന്നെ ചെറിയൊരു സ്മൈലി ലുക്കൊക്കെ ആക്കുന്നുണ്ട് നമ്മൾ.
ഇതുപോലെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടൊക്കെ സ്നാക്സ് തയ്യാറാക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും. നല്ല ഹെൽത്തി ഫുഡ് അവർക്ക് കിട്ടുകയും ചെയ്യും. ഇതും അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തില്ല ട്ടോ. അങ്ങനെ അങ്ങനെയൊന്നും ടെൻഷൻ ആവണ്ട. ഒത്തിരി എണ്ണയൊന്നും കുടിക്കത്തില്ല. ഇതുപോലെ നമുക്ക് ഓരോ ബോൾസും ചെയ്തെടുക്കാം ട്ടോ. വളരെ എളുപ്പത്തിൽ കഴിയും. അങ്ങനെ വലിയ ഡിസൈനൊന്നും അല്ലല്ലോ. 2 ഉണ്ടക്കണ്ണ് വെച്ച് കൊടുക്കണം. നല്ലൊരു ചിരിയും. അത്രയൊക്കെയല്ലേ വേണ്ടൂ. ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. അവര് ശടപടേന്ന് കഴിച്ച് തീർക്കുന്നത് അറിയത്തില്ല. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. 2, 3 ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നുണ്ട് ട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ. നമ്മുടെ ചാനൽ സബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബും കൂടി ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ട്ടോ. അപ്പോൾ എല്ലാ സ്മൈലീസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. വളരെ കുറച്ച് എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒക്കെ നമുക്ക് വിട്ട് വിട്ട് വെച്ച് കൊടുക്കാം. നല്ല രീതിക്ക് അതൊന്ന് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് തന്നെ ചെയ്യണം കേട്ടോ. ഒത്തിരി കുറച്ച് വെക്കേണ്ട, എന്നാൽ ഒത്തിരി കൂട്ടിയിട്ടും വെക്കേണ്ട. ഒരു മീഡിയം, നമ്മൾ സാധാരണ സ്നാക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ ഒരു മീഡിയം ലെവലിലല്ലേ ചെയ്തെടുക്കാറുള്ളൂ. ആ ഒരു ലെവലിൽ ചെയ്താൽ മതി. ഈ ഒത്തിരി കൂട്ടി വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി കുറച്ച് എണ്ണയൊക്കെ നമുക്ക് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അത് മൊരിഞ്ഞ ശേഷം അതിൻ്റെ മറുവശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിക്ക് മൊരിഞ്ഞിട്ട് തന്നെ കിട്ടണം കേട്ടോ. എന്നെങ്കിലേ കറുമുറ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. എല്ലാം ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ കുറഞ്ഞ ചിലവിൽ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ നല്ല എന്താ പറയുക, കാണാൻ നല്ല ലുക്കോട് കൂടി സ്നാക്സ് ഒക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് ഇഷ്ടം. പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. നമ്മൾ ഓരോ സ്മൈലും നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മൾ 2 തവണയായിട്ടാണ് ഇവിടെ സ്മൈലീസ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. ആദ്യത്തെ ട്രിപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് നോക്കാം. വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും സ്നാക്സ് ആയാലും എന്തുണ്ടാക്കുന്നതാണെങ്കിലും പെട്ടെന്ന് ജോലി തീർക്കണം എന്നുള്ള രീതിക്കാണല്ലോ നമ്മൾ, അല്ലേ? നമുക്ക് ഒത്തിരി നേരം നിന്ന് പണിയെടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയായിരിക്കുമല്ലോ. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ ഈ സ്നാക്സ് പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ള സ്നാക്സ് ഒക്കെയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ ഇഷ്ടം, അല്ലേ? അപ്പം അതുപോലൊരു സ്നാക്സ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കേണ്ട ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ വേഗം കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഫുൾ സ്മൈലീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കാണുമ്പം തന്നെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് എടുത്ത് കഴിക്കും. പ്ലേറ്റ് കാലിയാവുന്ന വഴി നമുക്ക് തന്നെ അറിയത്തില്ല. അപ്പം കംപ്ലീറ്റ് അങ്ങനെ തയ്യാറായി. എല്ലാം നമ്മളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വേഗം ഒന്ന് കഴിച്ച് തീർക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം എനിക്കിതൊക്കെ ഒന്ന് കഴിക്കാൻ. അപ്പം ഇനി ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം. കണ്ടില്ല, അതിൻ്റെ ഉൾവശമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം.